എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു രാവിലത്തെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തലേ ദിവസം കുറച്ച് തേങ്ങയൊക്കെ ചിരുകി വെച്ചിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, മാവ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം ഫ്രിഡ്ജിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്ത് എടുത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ചോറിനുള്ള കുക്കറിൽ ചോറൊക്കെ വയ്ക്കുമ്പോൾ നമുക്കിതെല്ലാം തണുപ്പ് മാറി കിട്ടുമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാധാ ദോശമാവില്ലേ, ആ ദോശമാവ് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടാൻ വേണ്ടി ഒരു ക്യാരറ്റ് പകുതി മതി കേട്ടോ, ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. വെജിറ്റബിളൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ദോശമാവിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരിയത് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇടണം. ഇഞ്ചി ചെറിയ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ചിടുമ്പോൾ ഒരു മണവും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇനി ഇത് നല്ലതായിട്ട് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് നമ്മളെ പുളിപ്പിച്ച ദോശമാവാണ് കേട്ടോ, തലേ ദിവസം ആട്ടി വെച്ച മാവ്. അരിയും ഉഴുന്നും ഉലുവയൊക്കെ ചേർത്ത് ആട്ടിയ മാവിലേക്ക് നമ്മളിതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തതേ ഉള്ളൂ. ഇനി നമ്മുടെ ദോശക്കല്ല് വച്ച് ചൂടാക്കി എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് 1 സ്പൂൺ മാവ് ഒഴിച്ച് ദോശ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ ചുടുന്നേക്കാൾ ഇതുപോലെ അല്പം എണ്ണയൊക്കെ തടവിയിട്ട് ദോശ ചുടുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മീതെ ഓയിലോ നെയ്യോ ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതൊന്നും ഒഴിച്ചിട്ടില്ല, അത് മറിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. തേങ്ങയൊക്കെ ചിരുകി ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനത്തെ ദോശയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സാധാ ചമ്മന്തി, ഏത് ചമ്മന്തി വേണമെങ്കിലും ഉണ്ടാക്കാം, കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിന്ന് ഒരു ജസ്റ്റ് പെട്ടെന്നൊന്ന് റെഡിയാക്കാൻ പറ്റിയ ഉഴുന്ന് പൊടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഉഴുന്നെടുത്തത് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്ത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. പിന്നെ ആ പാനിലുള്ള ചൂടിലിരുന്ന് അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഒരു മിക്സി ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ഇനി ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും, നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇത് കഴിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നമുക്ക് എത്രയാണ് ആവശ്യം, ഇപ്പോൾ ഒത്തിരി ആവശ്യം കാണില്ലല്ലോ, പൊടിയാകുമ്പോൾ ഒത്തിരി കാണില്ല. ഇത് നമുക്കൊരു ബോട്ടിലിൽ തട്ടിക്കിട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ നിന്ന് അല്പം പൊടിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ കറി നമുക്കിഷ്ടമുള്ളത് എടുക്കാം കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ മോന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം, മോൾക്ക് എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പോയാൽ മതി. അപ്പം ഞാൻ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ചോറ് കൊടുത്തു വിടാൻ വേണ്ടി വെജിറ്റബിൾ 3 ഐറ്റം വെജിറ്റബിളും കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ക്യാരറ്റ്, കുറച്ച് ബീട്രൂട്ട്, കുറച്ച് കാബേജ്. അപ്പോൾ 3 കൂടെ ആകുമ്പം കഴിക്കും. ചിലപ്പോൾ ഒരെണ്ണം മാത്രം കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ. അപ്പോൾ 3 കൂടെ എടുത്ത് അതിലേക്ക് 2-3 സ്പൂണും തേങ്ങ ചിരിയത്, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഒന്ന് നല്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു തോരനാണ്. തോരൻ, മെഴുക്ക് പുരട്ടി, ഉപ്പേരി, എന്ത് വേണോ പേരിട്ട് പറയാം. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയുള്ള പരിപാടിയാണ് കേട്ടോ ഇന്ന്. പിന്നെ ഒരു മാങ്ങാക്കറി ഉണ്ട്. ഇവിടെ മാങ്ങാക്കറി പുളിശ്ശേരി പുളിപ്പുള്ളായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ സ്ഥിരം മാങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂടെ ഒന്ന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. അത് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം മതി. അത് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ടേ നൈസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നായി കിട്ടും. അങ്ങനെ അടിപൊളി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയത് തോരനും റെഡിയായിട്ടുണ്ട്. എന്ത് സിമ്പിളാണെന്ന്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എല്ലാ വെജിറ്റബിളും ഉള്ളിൽ പോവുകയും ചെയ്യും. അങ്ങനെ അത് റെഡിയാക്കി. ഇനി നമ്മുടെ സിമ്പിൾ മാങ്ങാക്കറി ഒന്ന് റെഡിയാക്കാം. തേങ്ങ അരയ്ക്കേണ്ട, തേങ്ങാപ്പാലൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അത് കുക്കറിലാണെന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയും ഒരു സവാളയും ഇത് രണ്ടും കൂടി ഇട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കുക.
അപ്പോൾ 2 വേവ് കുറവായതുകൊണ്ട് 2 വിസിൽ മതി, പെട്ടെന്നായി കിട്ടും. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിലിലേക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും ചേർത്ത് നമ്മുടെ മുളക് പൊടിയും ചേർത്ത് നല്ലതായിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. ഇനി ഇത് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, മാങ്ങയും സവാളയൊക്കെ, അപ്പോൾ അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിലായതുകൊണ്ട്. അപ്പം ഞാൻ ഇനി പ്രത്യേകിച്ച് കടുകൊന്നും താളിക്കുന്നില്ല, ഓയിൽ ഇപ്പം ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കടുക് താളിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി ഓയിലൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്, അതുകൊണ്ടാണ് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഇനി ഇതാ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള മാങ്ങയും സവാളയൊക്കെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള മാങ്ങാക്കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്നും എടുത്തില്ല. അപ്പം മീൻ ഫ്രൈ, മാങ്ങാക്കറി, നമ്മുടെ തോരനുണ്ടല്ലോ, വെജിറ്റബിൾ എല്ലാം കൂടെ, മിക്സഡ് വെജിറ്റബിൾ തോരൻ എല്ലാം കൂടെ ആയാണ് ഇന്നത്തെ അവർക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും റെഡിയായി മാങ്ങാക്കറി. അപ്പോൾ അതാ നമ്മുടെ ഉച്ചയ്ക്കുള്ളതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ എന്ത് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചാണ്. പിന്നെ മീൻകറി എനിക്ക് തലേ ദിവസത്തെ മീൻകറി ഉണ്ട്, അതുകൊണ്ട് മക്കൾക്ക് അവർക്ക് പൊരിച്ച മീൻ ഞാൻ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ രാവിലെ ഞാൻ വെള്ളം തിളപ്പിച്ച് കറിയൊക്കെ ഒന്ന് ഇതുപോലെ ചൂടാണെങ്കിൽ ഇതുപോലെ ഫ്രണ്ടിന് ഫാൻ ഇട്ടിട്ട് ഇങ്ങനെ വലിയ പാത്രത്തിലായി കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവർ കാണുമല്ലേ. ഇതാ റെഡിയായാ? കഴിക്കാൻ എടുക്കട്ടെ. ഒരു വെറൈറ്റി ദോശ. ബ്രഷ് ചെയ്തില്ല ഇതുവരെ. കുളിച്ച് യൂണിഫോം ഇട്ടിട്ട് ബ്രഷ് ചെയ്യണ ഒരാളെ കണ്ടിട്ടുണ്ട്. കാപ്പ് പിടിക്കാതെ നിർത്തടാവോ ഓർമ്മിക്കണം, ബ്രഷ് ചെയ്തില്ല. പപ്പ കാപ്പ് പിടിച്ചില്ല, പപ്പ വന്നില്ല, ഇറങ്ങി മുകളിലിരിക്കണേ. അപ്പോൾ ഇതാ ബ്രഷൊക്കെ ചെയ്ത് വന്നിരിക്കണം കേട്ടോ. കഴിക്കാൻ ഇനി കുറേ നേരം സംസാരിച്ചിട്ടാണ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്ത് ഫുഡായാലും അങ്ങനെയാണ്. അവന് ചോക്കോസും പാലുമാണ് ഭയങ്കര ഇഷ്ടം ഏത് സമയത്തും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം അവർ. ബൈ ബൈ, ഓക്കെ, സീ. അങ്ങനെ സ്കൂളിൽ പറഞ്ഞു വിട്ടാൽ പിന്നെ നമുക്ക് അടുക്കളയിലുള്ള ബാക്കി പരിപാടി നോക്കിയതല്ല. അപ്പോൾ രാവിലെ ഈ കോലമാണ് കേട്ടോ അടുക്കള. അത് സാധാരണ നോർമലായിട്ട് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയാണല്ലോ, നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ട് കിടക്കും. പിന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിടുമ്പോൾ വൃത്തിയായിട്ട് കിടക്കുമെന്നേ ഉള്ളൂ. അപ്പം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് മോളും കഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല പോണികളൊക്കെ കാണുമല്ലോ, അപ്പോൾ അരയ്ക്കാനൊക്കെ എടുത്ത പോണി, എണ്ണ ബോട്ടിൽ, അതൊക്കെ ഒന്ന് നനഞ്ഞ് നമ്മളെ കൈ കൊണ്ട് ഓരോ ജോലി ചെയ്തിട്ടായിരിക്കുമല്ലോ അതൊക്കെ എടുക്കണം. അപ്പോൾ അതുപോലെ അങ്ങ് കബോർഡിൽ വയ്ക്കാതെ ഇതുപോലെ ഒരു കോട്ടൺ തുണിയെടുത്ത് നല്ലതായിട്ടൊന്ന് തുടച്ച്, എണ്ണയൊക്കെ ഒഴിച്ച ബോട്ടിലാണെങ്കിൽ അതിൽ വീണ്ടും ഇരുന്ന് നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ കൈയൊക്കെ ചറുകി തെന്നാൻ പോവും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചിട്ട് എല്ലാം കബോർഡിനകത്തേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മൾ പോണിയും ഇതുപോലെ കുപ്പിയൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അകത്താക്കി വെച്ചതിന് ശേഷം പാത്രമൊക്കെ സിങ്കിനകത്തിട്ട് വച്ചിട്ട് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നല്ല ക്ലീനാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അടുക്കള മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.